മാധ്യമം മീഡിയ വൺ ബെസ്റ്റ് മിനിസ്റ്റർ അവാർഡിനായി തിരൂരങ്ങാടിയിലെ ജനങ്ങൾ ആവേശപൂർവ്വമാണ് വോട്ട് രേഖപ്പെടുത്തുന്നത്. വിദ്യാഭ്യാസ മന്ത്രിയായ അബ്ദുറബിന്റെ മണ്ഡലമാണ് തിരൂരങ്ങാടി. നിരവധി വികസന പ്രവർത്തനങ്ങളാണ് അബ്ദുറബ് ഇവിടെ നടത്തിയത്. എന്നാൽ ഇതിനെതിരെയുള്ള വാദങ്ങൾ ഉയർത്തുന്നവരും ഉണ്ട്. ഞാൻ വിദ്യാഭ്യാസ മന്ത്രി പി കെ അബ്ദുറബിന് വേണ്ടി വോട്ട് ചെയ്തു. അബ്ദുറബിന് വേണ്ടി വോട്ട് ചെയ്യുന്നു. ഞാൻ ആദ്യമായി അടുത്ത മിനിസ്റ്റർ അദ്ദേഹം ആയിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. തങ്ങളുടെ നാട്ടുകാരനായ മന്ത്രി ആയതുകൊണ്ട് മാത്രമല്ല അബ്ദുറബിനെ തിരൂരങ്ങാടി മണ്ഡലത്തിലെ ജനങ്ങൾ പിന്തുണയ്ക്കുന്നത്. അതിന് കൃത്യമായ ന്യായീകരണങ്ങളുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് വരെ റോഡ് വന്ന് എല്ലാ തോടിന്റെ അരുവ് കൂടിയും ഇടവഴി എല്ലാം റോഡായി മാറുന്നത്, അതൊക്കെ തന്നെ വലിയ നേട്ടമാണ്. അബ്ദുറബ് സാർ വിദ്യാഭ്യാസ മന്ത്രിയായി വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് തിരൂരങ്ങാടി ഒരു പുതിയ വിദ്യാഭ്യാസ ജില്ലയായിട്ട് മാറി. പിന്നെ ഒരു പുതിയ DO ഓഫീസ് രൂപീകരിച്ചു. പിന്നെ ഇവിടെ അടുത്ത് പാലത്തിങ്കിൽ വാനനിരീക്ഷണ കേന്ദ്രം നിർമ്മിച്ചു. തീരദേശത്ത് ഞങ്ങൾക്ക് 100 കൊല്ലത്തോളം പഴക്കമുള്ള ഒരു സ്കൂള്, ഒരു LPU സ്കൂള് ഒരുപാട് ഭരണകർത്താക്കളിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടൊരു കാര്യമായിരുന്നു. പക്ഷെ അതും വിദ്യാഭ്യാസ മന്ത്രിയുടെ ശേഷമാണ് ഞങ്ങൾക്ക് അയച്ചത്. ബീച്ചിലൊക്കെ ഹോസ്പിറ്റൽ കൊണ്ടുവന്നിരുന്നു. പിന്നെ ഈ മേഖലയ്ക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ അബ്ദുറബ് സാഹിബ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ചെയ്തെന്ന് പറയണല്ലോ. പരപ്പനങ്ങാടി ചാപ്പപ്പടി ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതിപ്പോൾ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഫിഷറീസ് മന്ത്രി ബാബു ഉദ്ഘാടനം ചെയ്യുമ്പോൾ പറഞ്ഞതാണ്, ഇതിൽ ഏതാനും ബെഡുകളും അഡ്മിറ്റ് ചെയ്ത് കിടത്തി ചികിത്സിക്കാൻ ഞങ്ങൾ സമ്പ്രദായം കൊണ്ടുവരും. അത് ഇതുവരെ ഇന്നേക്ക് യാഥാർത്ഥ്യമായിട്ടില്ല. ക്യാമറ പേഴ്സൺ രതീഷിനൊപ്പം സാജിദ് അജ്മൽ, മീഡിയ വൺ, മലപ്പുറം.